ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോണത് ഞാനും ഹസ്ബൻഡും ഉമ്മച്ചും കൂടെയാണ് പോണത്. അപ്പോൾ തിരൂർ ഏക്ക മാളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നല്ല ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ നല്ല ഓഫേഴ്സുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് സെലക്ട് ചെയ്തു. പിന്നെ അവിടെ ബാഗ് സെക്ഷനൊക്കെ നല്ല കളക്ഷൻസുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാൻ്റൊക്കെ നോക്കാണ്ടായിരുന്നു. അങ്ങനെ കൊറിയൻ ഫാൻറ്റും അതൊക്കെ നോക്കി. പിന്നെ നല്ല വെറൈറ്റി ഷോർട്ട് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അതും നല്ല ഓഫേഴ്സിലൊക്കെയാണ് കേട്ടോ. ടോപ്പിനൊക്കെ വെറും 299 ഒക്കെ ഒരു റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഓഫേഴ്സുകളുണ്ടായിരുന്നു അവിടെ. എനിക്കാണെങ്കിൽ അവിടെ കയറിയപ്പോൾ ഇറങ്ങാൻ തന്നെ തോന്നണില്ല. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തിരഞ്ഞ് എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ തോനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം അവിടുന്ന് ബില്ല് ചെയ്ത് നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഹൈപ്പർ മാർക്കറ്റിൽ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയി നോക്കി. അപ്പോൾ നല്ല ഓഫേഴ്സുകളുണ്ടായിരുന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലും അതേപോലെ ഈ ഡ്രസ്സിൻ്റെ കളക്ഷനിലൊക്കെ നല്ല ഓഫേഴ്സുണ്ടായിരുന്നു. നല്ല ആൾക്കാരുണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മച്ചി അറിയുന്നത് കുറച്ച് സാധനം എടുത്താൽ മതി എന്നൊക്കെ ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊന്നും ഇല്ലായിരുന്നില്ല. പാത്രങ്ങളും അതും ഒക്കെ ഞങ്ങൾക്ക് വേണം. നല്ല വെറൈറ്റി ഇതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് നല്ല ഓഫേഴ്സുണ്ടായിരുന്നു. വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ പിന്നെ ബില്ലടിക്കുന്നുണ്ട് ഹസ്ബൻഡ്. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ബില്ലടിച്ചു. ബില്ലടിയിട്ട് മകൻ ഞെട്ടി പോയിട്ടുണ്ട്. 1.5 ബില്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്ത്. എനിക്കിഷ്ടമാണ് ഈ ലേസൊക്കെ തിന്നണത്. അങ്ങനെ ഞാൻ കുറുകുറൊക്കെ തിന്നിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം മുകളിൽ പ്ലേ ഏരിയയിലൊക്കെ പോയി കിഡ്സിൻ്റെ. അവിടെ പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ അധികം ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ വലിയ പോരാ. പിന്നെ അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.